നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭക്ഷണം കഴിക്കാതിരുന്ന എന്താ ആലോചിക്കുക ഇത്? മോളുടെ ഇപ്പോഴത്തെ ചിന്തയുടെ കാര്യം എന്താണെന്ന് അച്ചമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മഴമോളുടെ കാര്യം ഓർക്കുമ്പോ നിനക്കാകെ പേടി തോന്നി തുടങ്ങിയിരിക്കുന്നു അല്ലേ മോളെ? ഒന്നും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു മുൻകരുതലെടുക്കാൻ, മനസ്സുകൊണ്ട് എന്തും നേരിടാനുള്ള ധൈര്യം സംഭരിക്കാൻ. അതിനുവേണ്ടിയാ അച്ചമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അത് ഞാൻ എങ്ങനെ സഹിക്കും അച്ചമ്മ? സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. പഴയ കഥകളും വളർത്തിയ കഥകളും എല്ലാം മറന്നിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ. മഴമോള് നിന്റെ ആരാ? ആരുമല്ല. പ്ലീസ് അങ്ങനെ പറയരുത് എന്നോട്. സത്യങ്ങള് പലതും കേൾക്കാൻ ഇഷ്ടമില്ലാത്തവയാ. പക്ഷേ സത്യങ്ങൾ എല്ലാ കാലവും സത്യങ്ങള് തന്നെയായിരിക്കും. കാർത്തിക് എന്ന നിന്റെ ഭർത്താവിന് ഏതോ പെണ്ണിൽ ജനിച്ച ഒരു കുട്ടി. അതിനപ്പുറം എന്ത് ബന്ധമാ നിനക്ക് മഴമോളുമായിട്ടുള്ളത്? എങ്ങോട്ടെന്നില്ലാതെ, മരണത്തിലേക്കാണോ എന്നുപോലെ അറിയാതെ ഇറങ്ങിപ്പോവാൻ നേരം വൈക നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയ ഒരു ജീവൻ. അത് മാത്രമാ മഴ. കാർത്തിക് കടലിൽ മുങ്ങിച്ചത്തൂന്ന് പറയാൻ തെളിവായിട്ടുള്ളത് ഒരു ആത്മഹത്യാക്കുറിപ്പ് മാത്രമാ. മൂന്നാം പക്കം അവൻ കരയ്ക്കു പോലും അടിഞ്ഞിട്ടില്ല. എവിടേക്കെന്ന് പറയാതെ ഇറങ്ങിപ്പോയ വൈക മരിച്ചോ ജീവിച്ചോന്നും അറിയില്ല. വൈകയുടെ അമ്മ വൈദേഹി മാഡം ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. മഴമോളുടെ മേൽ അവകാശമുണ്ടെന്ന് പറയാൻ ഇവർ 3 പേർക്കും അല്ലാതെ വേറെ ആർക്കാ അധികാരം? വൈദേഹി മാഡം നിന്റെ കയ്യിൽ നിന്ന് മഴമോളെ തട്ടിയെടുക്കാൻ നോക്കില്ല. അവർക്ക് നിന്നെ അറിയാം, നീ അനുഭവിച്ച സങ്കടങ്ങൾ അറിയാം. പക്ഷേ നിന്റെ ഒരു സങ്കടങ്ങളുടെയും വില അച്ഛന്റെ അമ്മയുടെ അവകാശത്തോളം വരില്ല. കാർത്തിക്കോ വൈകയോ എന്നെങ്കിലും ഒരിക്കൽ തിരികെ വന്ന് വൈകമോളെ വിട്ടുകൊടുക്കണോന്ന് ആവശ്യപ്പെട്ട നീ എന്ത് ചെയ്യും? നിയമത്തിന്റെ പിറകെ പോയാൽ പോലും നിന്റെ കൂടെ ആരും നിൽക്കില്ല. അവസാനം സങ്കടവും കണ്ണീരും മാത്രമാവും നിനക്ക് ബാക്കി. അങ്ങനൊരു അവസ്ഥയുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ അച്ചമ്മ. മഴമോള് പോയാലും സങ്കടം ഉണ്ടാവാതിരിക്കാൻ, ജീവിക്കണമെന്ന് തോന്നാൻ, അവളുടെ മേൽ എനിക്കൊരു അവകാശമില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിന് നിനക്ക് സ്വന്തമായി ഒരു കുടുംബവും കുട്ടികളും ഉണ്ടാവണം. മഴമോള് നിന്റെ കയ്യിൽ നിന്ന് പോകുന്നല്ല അച്ചമ്മ പറയുന്നത്. അങ്ങനെ ഉണ്ടായാലും നിനക്ക് ജീവിക്കണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ? അതിനൊരു വഴി. ഒരു കല്യാണത്തെക്കുറിച്ച് മോളൊന്ന് ചിന്തിക്കണം. അച്ഛമ്മയുടെ ആഗ്രഹമൊക്കെ വളരെ നല്ലതാ. പക്ഷെ ഈ ജന്മം വേറൊരു വിവാഹത്തിന് സുന്ദരിച്ച് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രതീക്ഷ എനിക്കുമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്റെ കൊച്ചുമോളെ തനിച്ചാക്കി ഈ മണ്ണിൽ നിന്ന് പോവാനാവില്ല എനിക്ക്. ആരുമില്ലാത്തവള എന്റെ കൊച്ചുമോള്. ഞാനും കൂടി പോയ വഴിയിൽ വിട്ടിട്ട് പോകുന്നൊരവസ്ഥയുണ്ടായ പിന്നെ പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്റെ കൊച്ചുമോക്ക്. അതിനൊരാള് വേണം ജീവിതത്തില്, മക്കള് വേണം. ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടിയിട്ട്.
അല്ലെങ്കിൽ എന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. എന്റെ ചാമുണ്ടേശ്വരി, ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്നിനാണ് എനിക്കിപ്പോ പരിഹാരമായിരിക്കുന്നത്. വർഷങ്ങളോളം ഇവന്റെ പേരിൽ എന്നെ വേദനിപ്പിച്ചുവെങ്കിലും ഇപ്പോ എനിക്കെന്റെ അനിയനെ ഭഗവതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തിത്തരാൻ പറ്റിയില്ല. എല്ലാം അവിടുത്തെ തീരുമാനമാണ്. ദേവി തന്നെയാ എന്റെ അനിയനെ എന്റെ കയ്യിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഭഗവതി. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഇവനൊരു പോറൽ പോലും ഏൽക്കാതെ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ ഭഗവതി. ഈ നാടും വീടും വിട്ട് എന്റെ ഉറ്റവരെ മുഴുവൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഇത് ചാമുണ്ടേശ്വരിക്ക് മുന്നിലേക്കുള്ള രണ്ടാമത്തെ വരവാണ്. കഴിഞ്ഞ തവണ വന്നത് എനിക്കും ലതയ്ക്കും സന്താന സൗഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. പക്ഷേ ദേവി എനിക്ക് എന്റെ പഴയ സന്തോഷങ്ങളായിരുന്നു തിരികെ തന്നത്. എന്റെ ഏട്ടനെയും കുടുംബത്തെയും എനിക്ക് തിരിച്ചു കിട്ടി. നന്ദി പറയാതിരിക്കാനാവില്ല ഭഗവതി. കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോ എന്നെ കണ്ടവര് മുഴുവൻ എന്റെ ചേട്ടൻ കൃഷ്ണനാണെന്നാണ് തെറ്റിദ്ധരിച്ചത്. തിരിച്ചറിഞ്ഞ തിരുമേനിയോട് സത്യം പുറത്തു പറയരുതെന്ന് ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും വരാതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയി. പക്ഷേ ഇപ്പൊ ഞാൻ ദേവിയുടെ മുന്നിൽ നിൽക്കുന്നത് പഴയ അതേ മുരുകനായിട്ട്. ശത്രുക്കളുണ്ട്, ഉള്ളിൽ ഭയവുമുണ്ട്. ഒരു കുഴപ്പവും വരാതെ എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനാവണേ ഭഗവതി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ അമ്പലനടയിൽ വന്ന് നിൽക്കുന്ന കാണുമ്പോ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയോ? ഈ കാഴ്ചയിൽ സാക്ഷാൽ ഭഗവതിയുടെ പോലും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും. പ്രസാദം സ്വീകരിച്ചോളൂ. അപ്പോ നാളത്തെ കാര്യം എങ്ങനെയാ തിരുമേനി? എല്ലാം പറഞ്ഞ പോലെ തന്നെ. ശ്രാദ്ധത്തിനായി ഞാൻ അങ്ങ് കടൽ തീരത്ത് എത്തിക്കോളാം. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, മുരുകൻ വന്നിട്ടുണ്ടെന്ന് അമ്പലനടയിൽ വെച്ച് രാഘവേട്ടൻ പറഞ്ഞു. ഒരു വ്യത്യാസമില്ല. വേണമെങ്കിൽ മുരുകൻ അല്പം ചെറുപ്പമാണെന്ന് പറയാം. അല്ല മുരുക, അന്നൊളിച്ചോടിപ്പോയ കീഴ്ശാന്തിയെയും സലോമിയെയും പിന്നെ മുരുകൻ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. പഴംപുരാണം പറച്ചില് ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ച് തന്നെ വേണോ? ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആ ശരി, പിന്നെ എപ്പോഴെങ്കിലും കാണാനാവട്ടെ. ആയിക്കോട്ടെ, ഞാനായിട്ടൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നില്ല. പൊയ്ക്കോളൂ.